ഹലോ മക്കളെ, എല്ലാവർക്കും നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനഫ്. മക്കളെടാ, നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ് ഹിന്ദിയിലെ 3rd യൂണിറ്റിലുള്ള ദില്ലി മേ ഉനീന്ദെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സസ്മരനാണ്. സസ്മരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർമ്മക്കുറിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗഗൻ ഗിൽ എന്ന് പേരുള്ള ഒരു ഡൽഹിക്കാരിയാണ് ഈ ഒരു സസ്മരൻ എഴുതിയിരിക്കുന്നത്. അപ്പം മക്കളെ, നീന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം എന്നാണ് അർത്ഥം. ഉനീന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലാതെ, അല്ലേ? അപ്പം ഡൽഹിയിൽ ഉറക്കമില്ലാതെ എന്നാണ് ഈ ഒരു ഓർമ്മക്കുറിപ്പിന് പേര് നൽകിയിരിക്കുന്നത്. അപ്പൊ മക്കളെ, ആരാണ് ഇവിടെ ഈ ഉറക്കമില്ലാതെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ആളെന്ന് തോന്നുന്നില്ലേ? സംഭവം വേറെ ആരുള്ള നമ്മുടെ ഈ ഓട്ടോക്കാരനില്ലേ, ഈ പുറകിലിരിക്കുന്ന ഈ സ്ത്രീയാണ് നമ്മുടെ ഗഗൻ ഗില്ല്. ഈ ഓട്ടോക്കാരനാണ് നമ്മുടെ കഥയിലെ കേന്ദ്ര കഥാപാത്രം. ഈ ഓട്ടോക്കാരന് നമ്മുടെ ഗഗൻ ഗില്ല് ഡൽഹിയിൽ വെച്ചിട്ട് ബിർള മന്ദിറിനടുത്തുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ റോഡ് സൈഡിൽ വെച്ചിട്ട് കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ഗഗൻ ഗില്ല് അവളുടെ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവിടാൻ, ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഓട്ടോറിക്ഷയിൽ കയറുകയാണ്. പക്ഷെ ആ കയറുന്ന സമയത്ത് ഈ ഓട്ടോക്കാരൻ്റെ ലൈഫൊക്കെ അറിഞ്ഞപ്പോൾ മൂപ്പത്തിക്ക് ഭയങ്കര ഒരു കൗതുകം. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഓട്ടോക്കാരൻ കിടക്കുന്നതൊക്കെ കുറേ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഈ ഓട്ടോറിക്ഷയിലാടാ. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ലല്ലേ? അതായത് നമ്മളൊക്കെ നല്ല അടിപൊളിയായിട്ട് വീടുകളിലൊക്കെ കിടക്കുന്ന സമയത്ത് ഇതുപോലെ കടത്തിണ്ണയിലും റോഡ് സൈഡിലും ഒക്കെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, 3 അടി മാത്രം നീളമുള്ള ഓട്ടോയുടെ ഒരു ബാക്ക് സീറ്റിൽ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടുന്ന ഒരു മനുഷ്യൻ. ഈ ഒരു മനുഷ്യന്റെ കഥയാണ് മക്കളെ നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ദാരിദ്ര്യത്തെക്കുറിച്ച്, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളിൽ കുറേ പേര് അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ ഒരു പ്രതിച്ഛായയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കഥയിലേക്ക് കിടക്കാം. റോസ് ജൈസ ദിൻ ഹെ. റോസ് എന്നൊക്കെ പറഞ്ഞാൽ ദിവസവും എന്നാണ് അർത്ഥം, അല്ലെ? ജൈസ എന്ന് പറഞ്ഞാൽ പോലെ, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം, അല്ലെ? അപ്പം എല്ലാ ദിവസത്തെയും പോലുള്ള ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞാൽ പതിവ് പോലുള്ള ഒരു ദിവസമായിരുന്നു, വലിയ മാറ്റമൊന്നുമില്ലാത്തൊരു ദിവസം കേട്ടോ. ദെൻ ഫർവരി കാ ശാം. ഫർവരി എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി, അല്ലെ? ഫെബ്രുവരിയിലെ ഒരു വൈകുന്നേര സമയം. ഹവാമേം ടണ്ടഗ്ഹേ. കാറ്റിലൊക്കെ നല്ല തണുപ്പുണ്ട്. നമുക്കറിയാം, ഈ ഒരു ഫെബ്രുവരി ജനുവരി മാസങ്ങളിലൊക്കെ നമ്മുടെ ഡൽഹിയിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ കാറ്റിലൊക്കെ ഭയങ്കര ടണ്ടഗ്, നല്ല തണുത്ത കാറ്റാണുള്ളത്. മേ അബി ഞാനിപ്പോ എന്ത് ചെയ്തു? സ്വാതി എന്ന് പറഞ്ഞാൽ മേ ബി ഒരു കടയായിരിക്കും ഉദ്ദേശിച്ചത്, ഒരു പുസ്തകം നോക്കുന്ന കടയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ സ്വാതി എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണോ എന്നറിയില്ല. എന്തായാലും അങ്ങനെയൊന്നും ഇവിടെ ലേഖിക പറഞ്ഞിട്ടില്ല. എന്തായാലും സ്വാതിയിൽ നിന്ന് ഞാനിപ്പോ സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞാൽ അറിയാലോ, കേന്ദ്ര സാഹിത്യ അക്കാദമി, അല്ലേ? ഡൽഹിയിലാണ്. സോ ആ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്ന് ഒരുപാട് പ്രസിദ്ധീകരണങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പബ്ലിഷ് ചെയ്യാറുണ്ട്. കുറെ പുസ്തകങ്ങൾ, നോവലുകളും കഥകളും ഒക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ആ സാഹിത്യ അക്കാദമിയുടെ കുറച്ച് പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഖരീദ് കർ, വാങ്ങിച്ചുകൊണ്ട്. ഖരീദിനെ പറഞ്ഞാൽ വാങ്ങിക്കുക എന്നാണ് അർത്ഥം. ഖരീദ് കർ എന്ന് പറഞ്ഞാൽ കൊണ്ട്, അല്ലെ? ഖരീദ് കർ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട്. ഈ സടക്ക് പർ, ഈ ഒരു റോട്ടിൽ, ഏതാ റോഡ് എന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട്, ഈ റോട്ടിൽ പഹുഞ്ചി ഹോം, എത്തിച്ചേർന്നിരിക്കുകയാണെന്ന്. ആരാണ് ഈ മേം എന്ന് പറഞ്ഞത്? നമ്മുടെ ലേഖികയാണ് കേട്ടോ, ഗഗൻ ഗില്ലാണ്. അപ്പോൾ നമ്മുടെ ഗഗൻ ഗില്ല് ആ ഒരു ഫെബ്രുവരി മാസത്തിലെ നല്ല തണുപ്പുള്ള ആ ഒരു ദിവസം ഒരു സ്വാതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങി, സാഹിത്യ അക്കാദമിയുടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് ആ പുസ്തകത്തിന്റെ കെട്ടൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ റോട്ടിൽ വന്ന് നിൽക്കണടാ. ദെൻ മന്ദിർ മാർഗ് പർ. മന്ദിർ എന്ന് പറഞ്ഞാൽ അമ്പലം, അല്ലെ? അപ്പൊ അമ്പലത്തിന്റെ ഒരു റോഡില്, ആ അമ്പലം ഏതാന്ന് ഇവിടെ പറഞ്ഞിട്ട് ബിർള മന്ദിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലമുണ്ട്. നമ്മുടെ ഡൽഹിയിലെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ്. സോ ആ അമ്പലത്തിന്റെ റോഡിലാണ് മുപ്പത്തി വന്ന് നിൽക്കുന്നത്. മന്ദിർ മാർഗ് പർ സടക്ക് സുൻസാൻ ഹെ. സുൻസാൻ എന്ന് പറഞ്ഞാൽ വിജനം എന്നാണ് അർത്ഥം. അപ്പൊ അവിടെയുള്ള ആ റോഡ് വിജനമാണ്, ഏറെക്കുറെ ആളുകളൊന്നും ഇല്ല. സാധാരണ ഡൽഹിയിൽ അങ്ങനെയല്ല ഉണ്ടാവില്ലേ. ദെൻ ബിർള മന്ദിർ കെ ബാഹർ. അപ്പൊ ബിർള മന്ദിർ എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലമാണ്. ആ അമ്പലത്തിന് പുറത്ത് ദോ ഏക്ക് ഓട്ടോ ഗഡഹെ, ഒരു 2 1 അല്ലെങ്കിൽ 1 2 ഓട്ടോകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അല്ല, ഗഡ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണല്ലേ, അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ദെൻ ഏക്ക് സേമേം, ഒന്നിനോട് ഞാൻ എന്ത് ചെയ്തു? പൂച്ചതീഹിം, ചോദിച്ചു. ഒരു ഓട്ടോനോട് ചോദിച്ചു എന്നല്ല ഉദ്ദേശിച്ചത്. ആ കൂട്ടത്തിൽ ഒരു ഓട്ടോക്കാരനോട്, 1 2 ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരു ഓട്ടോക്കാരനോട് ചോദിച്ചു. ചൽനാഹെ, പോവല്ലേ, അല്ലേ? നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ബൈട്ടിയെ, ഇരുന്നാലും, അല്ലേ? വക്കത്താഹെ, അയാൾ പറയാണ് ഇരുന്നാലും. ഭയങ്കര വളരെ ഭവ്യതയോടെ, റെസ്പെക്റ്റോട് കൂടിയ മനുഷ്യൻ, ഓട്ടോക്കാരൻ പറഞ്ഞു ഇരുന്നാലും. ദെൻ മേ ഗിർത്തിപ്പെടുത്തി, ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ട്. ഗിർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ടുകൊണ്ട്, കഷ്ടപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? അപ്പിനി കിതാബേൻ, ഇവരുടെ കയ്യിൽ നിറച്ച് പുസ്തകങ്ങളല്ലേ, ആ പുസ്തകങ്ങളെല്ലാം സീറ്റ് പർ ജമാഅത്തിഹും. ജമാന എന്ന് പറഞ്ഞാൽ കൂട്ടി വെക്കുക, ശേഖരിച്ചു വെക്കുക എന്നൊക്കെ പറയും. ഇവിടെ
ഇവിടെ ഉദ്ദേശിച്ചത് അവളുടെ കയ്യിൽ കുറെ പുസ്തകങ്ങളുണ്ടല്ലോ, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വന്നതല്ലേ, അതെല്ലാം കൂടി ആദ്യം സീറ്റിലൊന്ന് ഒതുക്കി വെച്ചു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അവിടെ ജമാന പറഞ്ഞാൽ ഒതുക്കി വെക്കാന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കുറച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് അവൾ ആ പുസ്തകങ്ങളൊക്കെ ആ ഓട്ടോന്റെ ബാക്ക് സീറ്റിൽ എന്ത് ചെയ്തു, ഒതുക്കി വെച്ചു. ഉസേ ചൽനേമേം അബി ദേർ ഹേ. ഉസേ എന്ന് പറഞ്ഞാൽ ആ ഓട്ടോക്കാരനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ആ ഓട്ടോക്കാരന് പോവാൻ, ചൽനേമേം ഒന്ന് പോവാൻ, ഓട്ടോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെടാൻ അബി ദേർ ഹേ കുറച്ചുകൂടി സമയം എടുക്കുന്നതാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. ദേർ എന്ന് പറഞ്ഞാൽ സമയമല്ലേ, അയാൾ ലേറ്റ് ആവും തോന്നുന്നുണ്ട്. കാരണം ചില ആൾക്കാർ എങ്ങനെ എന്ത് കാര്യം ചെയ്യാനും ഭയങ്കര സ്ലോ ആയിരിക്കും അല്ലേ. ചില കുട്ടികളൊക്കെ ഉണ്ട് നേരം വിട്ട് കഴിഞ്ഞാൽ വല്ലേക്കാനിങ്ങനെ ഇങ്ങനെ നടക്കും, പിന്നെ ആ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ കുറേ ടൈം, അങ്ങനെ ചില ആൾക്കാർ ഭയങ്കര സ്ലോ ആയിരിക്കും. ഈ ഓട്ടോക്കാരനും അത്തരത്തിലുള്ള ഭയങ്കര സ്ലോ ഉള്ള ആളാണ്. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഇയാൾക്ക് വയ്യാത്തൊരു മനുഷ്യനാണ്, അവശനാണ് അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ദെൻ ഉസ്കെ ശരീർ കി ഹർക്കത്ത് മീൻ, അയാളുടെ ശരീരത്തിന്റെ ആ ചേഷ്ടകളിൽ നിന്ന്, ഹർക്കത്ത് എന്ന പെരുമാറ്റം അല്ലെങ്കിൽ ചേഷ്ടകൾ എന്നൊക്കെ പറയും. അപ്പൊ അയാളുടെ ആ ശരീരഭാഷയിൽ നിന്ന് തന്നെ ഏക്ക് അജീബ് സി, ഒരു വിചിത്രമായ, അജീബ് സി എന്ന് പറഞ്ഞാൽ വിചിത്രമായ, തക്കാൻ ഹേ, അയാളുടെ ആ ഒരു പെരുമാറ്റത്തിലൊക്കെ കൂടി ഒരു വിചിത്രമായി എന്തുണ്ടെന്നാ പറഞ്ഞത്, തക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം. അപ്പൊ അയാളെ കാണുമ്പോൾ തന്നെ അറിയാം അകപ്പാടൊരു ക്ഷീണം പിടിച്ച മനുഷ്യനാണെന്ന് അല്ലേ. ദെൻ വാ അപ്നി സീറ്റ് കെ നീച്ചേ സേ, ആ മനുഷ്യന് അയാളുടെ സീറ്റിന്റെ അടിയിൽ നിന്ന്, ഓട്ടോയിലെ ഡ്രൈവർ സീറ്റ് ഉണ്ടാവില്ലേ, ആ സീറ്റിന്റെ അടിയിൽ നിന്ന് നിക്കാൽക്കർ പുറത്തെടുത്തുകൊണ്ട്, എന്താ പുറത്തെടുത്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ശ്രദ്ധിച്ചോ, നിക്കാൽക്കർ പഹൻ രഹാഹെ, പുറത്തെടുത്തുകൊണ്ട് ധരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞേ. പഹന്ന എന്ന് പറഞ്ഞാൽ ധരിക്കുക. അയാള് എന്തോ പുറത്തെടുത്തിട്ട് ധരിച്ചു. അതെന്താന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താ ഇവിടെ ധരിക്കുന്ന, അയാൾ ധരിക്കുന്നത് എന്താണ് മക്കളെ? ഏക്ക് ഗന്ധ ഉദട ആദി ബാഹക ബോര സ്വെറ്റർ. അപ്പൊ അയാൾ എന്താ ധരിക്കുന്നത്? ഒരു സ്വെറ്ററാണ് ധരിക്കുന്നത്. സ്വെറ്റർ എന്ന് പറഞ്ഞാൽ തണുപ്പത്തൊക്കെ ഇടുന്ന ജാക്കറ്റ് ഉണ്ടല്ലോടാ, ആ ജാക്കറ്റാണ് അയാൾ ധരിക്കുന്നത്. ആ ജാക്കറ്റിന് കുറെ വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുള്ള ജാക്കറ്റാ? ഏക്ക് ഗന്ധ എന്ന് പറഞ്ഞത്. ഗന്ധ എന്ന് പറഞ്ഞാൽ മലിനമായ, അല്ലെങ്കിൽ എന്താ ദുർഗന്ധമുള്ള, അതും അല്ലെങ്കിൽ അഴുക്ക് പുരണ്ട എന്നൊക്കെ പറയാം. അപ്പൊ ഒരു തരം അഴുക്ക് പുരണ്ട വൃത്തികെട്ട ഒരു ജാക്കറ്റ്. അതുമാത്രല്ല, ഉദട എന്ന് പറയുന്നുണ്ട്, കീറി പറഞ്ഞതാണ്. ഉദട പറഞ്ഞാൽ കീറി പറഞ്ഞത്. തീർന്നില്ല, ആദി ബാഹ് എന്നാ പറഞ്ഞ ജാക്കറ്റ്. എന്താണ് ആദി ബാഹ്? ഇങ്ങനെ മുറിക്കൈ, അതായത് ഹാഫ് സ്ലീവ് ആണ്. ഹാഫ് സ്ലീവ് എന്നാണ് ആദി ബാഹ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഒരു ഹാഫ് സ്ലീവ് ഉള്ള കീറി പറഞ്ഞ ഒരു വൃത്തികെട്ട ഒരു ജാക്കറ്റ് ആ മനുഷ്യൻ സീറ്റിനടിയിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ട് ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ധരിക്കാൻ അയാൾ കുറെ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ ധീരെ ധീരെ എന്ന് പറഞ്ഞത് എങ്ങനെയാ ധരിക്കുന്നത്? വളരെ പതിയെ സാവധാനം ധരിക്കുന്നത്. ഇയാളെ ഓട്ടോറിക്ഷയിൽ വിളിച്ചിങ്ങാണ്ട് വീട്ടിലെത്തുമ്പോൾ ടൈം ആവും, നടന്നു പോയാൽ മതി അല്ലേ. ഇതൊക്കെ അഭി മേരാ ധ്യാൻ, ഇപ്പോൾ എന്റെ ശ്രദ്ധ, ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ അല്ലെ. എന്താ? ഉസ്കെ ചെഹ്രെ കി തരഫ് നഹി ഗയാ, അയാളുടെ മുഖത്തിന് നേരെ, തരഫ് തറ നേരെ അല്ലെ, ചെഹ്ര എന്ന് പറഞ്ഞാൽ മുഖം, അയാളുടെ മുഖത്തിന് നേരെ പോയില്ല എന്നാ പറഞ്ഞത്. അതായത് ആ മനുഷ്യന്റെ മുഖത്തേക്ക് ഇവള് നോക്കിയില്ല. എവിടെ കാണാവോ നോക്കണേ. ദെൻ ഉസേ മേം ബാദമേ ദേക്കൂകിയെന്ന്, അത് ഞാൻ പിന്നെ നോക്കിക്കോളാം. എന്തായാലും വായ്നോട്ടം മറക്കൂല അല്ലെ. മുപ്പത്തി പറയണത് അത് ഞാൻ പിന്നെ നോക്കിക്കോളാം, ഇപ്പൊ ഞാൻ മുഖത്തേക്കൊന്നും നോക്കുന്നില്ല. ഓട്ടോക്കെ ഡ്രൈവിംഗ് ഐനേമേയും. ഇനി സാധാരണ ബാക്കിൽ പെമ്പിള്ളേർ കയറി കഴിഞ്ഞാൽ ഓട്ടോക്കാരെ കമന്റ് അടിക്കാൻ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഡ്രൈവിങ്ങിന്റെ ഗ്ലാസ് ഉണ്ടാവില്ലേ, ഫ്രണ്ടിൽ ഇങ്ങനെ ഓടിക്കുമ്പോൾ, ഓട്ടോ ഓടിക്കുമ്പോൾ ഫ്രണ്ടിൽ ഗ്ലാസ് ഉണ്ടാവും അല്ലേ, ആ ഗ്ലാസ്സിൽ ഡ്രൈവറുടെ കണ്ണും മുഖമൊക്കെ ഏകദേശം നമുക്ക് കാണാം. അപ്പൊ അതാണ് പറഞ്ഞത് ഡ്രൈവിംഗ് ഐനേമേയും. ഐന എന്ന് പറഞ്ഞാൽ മിറർ അല്ലെ, കണ്ണട, കണ്ണടല്ല കണ്ണാടി. അപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് കണ്ണാടിയില് ജിസ്മേം, അതിൽ ഉസ്കി ആംഖേം, അയാളുടെ കണ്ണുകൾ, ആ ഓട്ടോ ഡ്രൈവറുടെ കണ്ണുകൾ ഇവൾ കാണുന്നുണ്ട്. ഇവള് ബാക്കിലെ സീറ്റിൽ ഇരിക്കല്ലേ, അപ്പൊ കണ്ണുകൾ കാണുന്നുണ്ട്. ആ കണ്ണുകൾ എങ്ങനെയാ പറഞ്ഞത്? ഓർബി ധംസി ദിഖേഗി എന്നാ പറഞ്ഞത്. ധംസി എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞത്, ഓർബി ധംസി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൊഴിഞ്ഞതായിട്ട്, അതായത് ഓൾറെഡി കൊഴിഞ്ഞ കണ്ണുകളാണ് ആ മനുഷ്യന്. പക്ഷെ നമുക്കറിയാം ഈ മിററിലൂടെ ഒക്കെ നോക്കുമ്പോൾ അത് കുറച്ചുകൂടി ബൾജ് ചെയ്ത് കാണിക്കില്ലേ. നമുക്ക് ഇപ്പൊ നമ്മുടെ എന്ത് സാധനം, ഇപ്പൊ നമ്മുടെ ശരീരം തന്നെ ഇങ്ങനെ എന്ത് ചെയ്യുന്ന ഒരു കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ബൾജ് ചെയ്ത് കാണൂലേ. അപ്പൊ അതേമാതിരി ഈ കൊഴിഞ്ഞ കണ്ണുകൾ ഓർബി ദംസിലെ ഒന്നുകൂടി കൊഴിഞ്ഞതായി ദിക്കേഗി കാണപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഓർ ചെഹ്രേക്ക് ഹട്ടിയാം, അയാളുടെ മുഖത്തുള്ള എല്ലുകൾ, ഹട്ടി എന്ന് പറഞ്ഞാൽ അസ്ഥികൾ അല്ലെ, എല്ലുകൾ, അയാളുടെ മുഖത്തൊക്കെ എല്ലുകൾ കാണുന്നുണ്ട്. അപ്പൊ എല്ലും തോലുമായിട്ടുള്ള ഒരു മനുഷ്യനാണ്, പട്ടിണിക്കാരനാണ് അല്ലെ. ആ എല്ലുകൾ എങ്ങനെയാ? ഓർബി ഉഭരി എന്നാ പറഞ്ഞത്, കുറച്ചുകൂടി പ്രകടമായിരുന്നു, തെളിഞ്ഞു കാണാമായിരുന്നു. ഉഭരി എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു കാണുക അല്ലെങ്കിൽ പ്രകടമാവുക എന്നൊക്കെ പറയട്ടോ. അപ്പൊ മുഖത്തെ എല്ലുകളൊക്കെ കണ്ണാടിയിലൂടെ ഇങ്ങനെ കൃത്യമായിട്ട് കാണാമായിരുന്നു. ദെൻ ഉസ്കെ ചെഹ്രെ പർ, അയാളുടെ മുഖത്ത് ഭൂക്ക് ഓർ ബിമാരി കെ അലാവ, വിശപ്പിനും രോഗത്തിനും
പുറമെ, അലാവ എന്ന് പറഞ്ഞാൽ അലുവല്ല, പുറമെ എന്നാണ് അർത്ഥം. ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്, പട്ടിണി. അതേപോലെ തന്നെ ബിമാരി എന്ന് പറഞ്ഞാൽ രോഗം. അപ്പൊ അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാൾ ഒരു പട്ടിണിക്കാരനാണ്, അയാൾക്ക് രോഗമുണ്ട് എന്നൊക്കെ അറിയാം. എന്നാൽ അതിനും പുറമെ, അലാവ എന്ന് പറഞ്ഞ എന്താ, പുറമെ ഏക്കോർ ചീസ് ബി ദിക്കേഗി, മറ്റൊരു കാര്യം കൂടി കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് ഇവിടെ പറയുന്നില്ല, എന്തോ ഒന്നുകൂടി ഇവിടെ കാണുന്നുണ്ട്. ദെൻ അബി, ഇപ്പോൾ മുജെ ഉസ്കാ നാം നഹി മാലൂം, എനിക്ക് അയാളുടെ പേരറിയില്ല. ആനേ വാലേ ദിനോമേൻ, ഇനി വരുന്ന ദിവസങ്ങളിൽ, അതായത് ഇനിയും ദിവസങ്ങൾ ഇങ്ങനെ കിടക്കല്ലേ, ഇനി വരും ദിനങ്ങളിൽ മേം ഉസ് കേലിയെ ബിൽക്കുൽ സട്ടീക്ക് ശബ്ദ ഡൂട്ട് പാവൂങ്കി, ഞാൻ ഉസ് കേലിയെ അയാൾക്ക് വേണ്ടി ബിൽക്കുൽ വളരെയധികം, അല്ലെങ്കിൽ തീർച്ചയായും, ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, സട്ടീക്ക്, സട്ടീക്ക് പറഞ്ഞാൽ അനുയോജ്യമായ, യോജിച്ച എന്ത് ചെയ്യും, ശബ്ദ്, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പേര് ഞാൻ എന്ത് ചെയ്യും, ഡൂണ്ട് പാവോക്കി, അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഇപ്പൊ എനിക്ക് പേരൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഉടനെ തന്നെ നല്ല അനുയോജ്യമായ ഒരു പേര് അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും, അന്വേഷിച്ച് കണ്ടെത്തും. ദെൻ ലേക്കിൻ അബി നഹി, ഇവള് ഡിറ്റക്റ്റീവ് കളിക്കുകയാണ് അല്ലെ. എന്താ, ഇപ്പൊ ഇല്ലട്ടോ, ഇപ്പൊക്ക് അതിന്റെ ആവശ്യമില്ല. ദെൻ എന്താ, യഹ് ബാദമേ ഹോഗ, അത് പിന്നീടായിരിക്കും അല്ലേ, ഞാൻ പിന്നീട് പേരൊക്കെ കണ്ടെത്തിക്കോളാം, ഇപ്പൊ എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ നിരീക്ഷിക്കാനുണ്ട് എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ഓട്ടോക്കാരനെ അടുത്തൊന്നും വിടാൻ നമ്മുടെ പൊമ്പർനാട്ടിക്ക് ഉദ്ദേശമില്ല. ഓട്ടോക്കാരനിൽ ഇവൾക്ക് എന്തോ ഒരു ആകർഷണം തോന്നിയിട്ടുണ്ട്. അത് വേറൊന്നല്ല, അത് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ ഓട്ടോക്കാരനെ കൊണ്ട് ഇവൾക്കുള്ള ആവശ്യമെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കാം. വ ചൽത്താ ഹേ, അങ്ങനെ അയാൾ പോവുകയാണ്. അയാൾ പോവാന്ന് പറഞ്ഞാൽ ഓട്ടോ പോവുകയാണ് അല്ലെ, ഓട്ടോയും കൊണ്ട് അയാൾ പോവുകയാണ്. ദെൻ ഓട്ടോ ചൽത്തേ ഹി, ഓട്ടോ പോവാൻ തുടങ്ങിയതോടെ ഉസ്കി ഘാസി ശുരു ഹോ ജാത്തി ഹേ, ദേ കിടക്കണേ, ഓട്ടോ പോകുന്നുണ്ട്, ഓട്ടോന്റെ ശബ്ദമൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ കൂടെ തന്നെ ഉസ്കി ഘാസി, ഘാസി എന്ന് പറഞ്ഞാൽ ചുമ, അയാളുടെ ചുമയും എന്തായി, ശുരു ഹോ ജാത്തി ഹേ, ശുരു ഹോന എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക. അപ്പൊ ഓട്ടോ പോകുന്നു, കൂടെ ഇയാളും ചുമക്കാൻ തുടങ്ങുന്നു. അപ്പൊ എന്താ പറഞ്ഞ, ഇയാൾ ഭയങ്കര രോഗിയാണല്ലോ, ചുമക്കാൻ തുടങ്ങുന്നു. മാലു നഹി, അറിയില്ല. അപ്പം ബാക്കിൽ നിന്നുകൊണ്ട് നമ്മുടെ ലേഖിക ചിന്തിക്കുകയാണ്, അറിയില്ല, അവർക്ക് മനസ്സിലായില്ല. ഉസേ, അയാൾക്ക് ടണ്ട് ലഗ്രഹീത, അതായത് ടണ്ട് ലഗ്രഹീഹ എന്ന് പറഞ്ഞാൽ തണുപ്പായത് കൊണ്ടാണോ, തണുപ്പെടുക്കുന്നത് കൊണ്ടാണോ ഇയാൾ ചുമ. ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, തണുപ്പായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തണുപ്പായത് കൊണ്ടാണോ ഇയാൾ ഇങ്ങനെ ചുമക്കുന്നത് എന്നറിയില്ല. അതല്ലെങ്കിൽ യാഹം ട്രാഫിക് ദംഗോഡ്, ദംഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുക്ക് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നമ്മളെ എന്താ തിരക്ക് എന്നൊക്കെ പറയും. ട്രാഫിക് ദംഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗത കുരുക്ക്. അപ്പം ഡൽഹിയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ, അപ്പം നഗരത്തിലേക്ക് ഇറങ്ങിയപ്പം തിരക്കിലേക്ക് വന്നതുകൊണ്ട് ആ തിരക്കിലെ ബഹളവും പൊടിയും എല്ലാം കൂടി ആയിട്ടാണോ ഇയാൾക്ക് ചുമ എന്നറിയില്ല. ഓക്കെ, എന്താ കാരണം എന്നറിയില്ല. അപ്പം ട്രാഫിക് ദംഗോഡ്ക്കെ ബീച്ചോം ബീച്ചാകേ ഹേ, ഈ ഗതാഗത കുരുക്കിന്റെ ഇടയിലേക്ക് വന്നത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ഈ തണുപ്പ് കൊണ്ടാണോ ഇയാൾക്ക് ഇങ്ങനെ ചുമക്കുന്നതൊന്നും മനസ്സിലായിട്ടില്ല. ദെൻ ഹംനെ ദോ മോട്ട് പാർക്ക് ചെയ്യേ, ഞങ്ങൾ എന്ത് ചെയ്തു, മോട്ട് എന്ന് പറഞ്ഞാൽ വളവ് എന്നാണ് അർത്ഥം കേട്ടോ. ഞങ്ങൾ എന്ത് ചെയ്തു, രണ്ട് തിരിവുകൾ അല്ലെങ്കിൽ രണ്ട് വളവുകൾ എന്ത് ചെയ്തു, പാർക്കർലിയേ ഹേ, അതായത് ക്രോസ് ചെയ്തു. പാർക്കർ എന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്യാൻ, മറികടക്കല്ലേ. അപ്പൊ രണ്ട് വളവ്, ഓട്ടോഷ രണ്ട് വളവൊക്കെ അങ്ങനെ വളച്ചു കുറച്ച് മുന്നോട്ടൊക്കെ പോയി. പക്ഷെ എന്താ ഇവിടെ സംഭവിക്കണത്, ഇങ്ങനെയൊക്കെ പോയെങ്കിലും ലേക്കിന്ന ഉൻകി ഘാസി റുക്തി ഹേ, അയാളുടെ ചുമ നിൽക്കണില്ല, അയാൾ ചുമച്ചുകൊണ്ടേയിരിക്കുകയാണ്, വല്ലാത്ത ജാതി. ദെൻ നൗസ്ക ഓട്ടോ, അയാളുടെ ഓട്ടോയും നിൽക്കണില്ല. എന്നാ പിന്നെ ചുമക്കുമ്പോൾ ഓട്ടോ നിർത്തിയിടുക, അതുമില്ല, അയാൾ ഓട്ടോയും ഓടിക്കുന്നുണ്ട്, ചുമക്കുന്നുണ്ട്. ഇതിങ്ങനെ റൂട്ടീനാന്ന് തോന്നുന്നുണ്ട്. ദെൻ ഇസ്കെ ബാദ് ഹി, അതിനുശേഷം മേം ഉസ്കാ ചെഹ്റ ദേഖ്തി ഹും, ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. നേരത്തെ നോക്കിയില്ലേ അല്ലേ, ഇപ്പൊ മുഖത്തേക്ക് നോക്കി. ഏലൂടെ നോക്കിയത്, മുന്നിലെന്ന് കണ്ട് ഇങ്ങനെ വാളി വെക്കാൻ പറ്റുമോ, ഇല്ല. അങ്ങനെയാണ് അയാൾ തലക്കൊത്തി വീഴില്ല ഓട്ടോറിക്ഷയായിട്ട്. എന്താ ചെയ്ത്, ഡ്രൈവിംഗ് അതിനെയും ആ ഡ്രൈവിംഗ് കണ്ണാടിയിലൂടെയാണ് നോക്കിയത്, മിററിലൂടെയാണ് നോക്കിയത്. ദെൻ എന്നിട്ട് ചോദിക്കുകയാണ്, യ ഗാസി കബ്സേ ഹേ, ഈ ഒരു ചുമ നിങ്ങൾക്ക് എപ്പം മുതലുണ്ട്? ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടേ. അപ്പൊ ആദ്യം പേരൊന്നല്ല ചോദിച്ചത്, ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു. ആ ഡ്രൈവറോട് ചോദിച്ചത്, അല്ല നിങ്ങൾക്ക് ഈ ചുമ എപ്പം തുടങ്ങിയതാണെന്ന് ചോദിച്ചു. മേ പീച്ചേ ബൈറ്റി പൂസ്തി ഹു, ഞാൻ പുറകിലിരുന്നു കൊണ്ട് ചോദിച്ചു. അതായത് നമ്മുടെ ലേഖിക ചോദിച്ചു, ഹോഗി കൈ 10-12 സാൽ ഹേ. അപ്പൊ അയാൾ നിഷ്കളങ്കനായിട്ട് മറുപടി പറയാണ്, 12 വർഷക്കായി അല്ലേ, 10-12 സാലല്ലേ, 10-12 വർഷക്കായിട്ട് കാണുമെന്ന് പറഞ്ഞു. അപ്പൊ ദില്ലിയിലുള്ള വന്നു മുതൽ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. ദില്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊല്യൂട്ടഡ് സിറ്റിയാണ്. അപ്പൊ അവിടുത്തെ പൊടിയൊക്കെ അടിച്ചിട്ടായിരിക്കും ഇങ്ങനെ അസുഖം വന്നിട്ടുണ്ടാവുക. അപ്പൊ അവള് ചോദിക്കുകയാണ്, കിസി ഡോക്ടർക്കോ നഹി ദിഖായ, സാധാരണ ഇങ്ങനത്തെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിക്കുമല്ലോ. അപ്പൊ അവള് നോർമലായിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്, പൈസ ബീത്തോ ചാഹിയെ ഉസ്കേലിയെ, അതിന് പൈസ വേണ്ടേന്ന്.
തീർന്നു അല്ലേ. ഇനിയിപ്പോൾ ഇയാൾ പൈസകൾ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാവും. പിന്നെ 30 അധികം ചോദിച്ചില്ല കേട്ടോ. പിന്നെ 31 സൈലന്റ് ആയി. അതിന് ശേഷമാണ് പിന്നെ സംസാരിക്കുന്നത്. ഹമാരി ബാത്ത് ചീത്ത്, ഞങ്ങളുടെ സംഭാഷണം. ബാത്ത് ചീത്ത് ഡയലോഗ്, സംഭാഷണം അല്ലേ. ടൂട്ട് ജാത്തി ഹെ, ഒന്ന് മുറിഞ്ഞു. അതായത് ഈ മനുഷ്യൻ അതിന് പൈസ വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പെമ്പന്നോത്തി എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ മിണ്ടാതിരുന്നു കുറച്ചു നേരം. അപ്പൊ അവളുടെ മനസ്സിൽ വന്ന ചില ചിന്തകളാണ് ഇവിടെ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പോണത്, അല്ലെ പറയാൻ പോണത്. സോ സടക്ക് കെ ദോനോം ഓർ ട്രാഫിക് ജാ രഹാ ഹെ, നമ്മുടെ റോഡിന്റെ ദോനവും രണ്ട് വശങ്ങളിലും ട്രാഫിക്, ഭയങ്കര ഗതാഗത കുരുക്കുണ്ട്. അങ്ങോട്ട് പോണ വണ്ടികളും ബ്ലോക്കിലാണ്, ഇങ്ങോട്ട് വരുന്ന വണ്ടികളും ബ്ലോക്കിലാണ്. ദെൻ സാരി ദുനിയ കാരി വ്യാപാർമേം ലഗി ഹെ എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ, ദുനിയ എന്ന് പറഞ്ഞാൽ ലോകമല്ലേ, ഇവിടെ മനുഷ്യന്മാരാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അവരുടേതായ കാര്യവ്യാപാരം, അവരുടേതായ പ്രവൃത്തികളിൽ മുഴുകിയിരിക്കുകയാണ്. ഓരോരുത്തർക്കും അവരുടെ കാര്യങ്ങളാണ് വരുന്നത്. ദെൻ രൂപയേക്കാ സിക്ക, പണത്തിന്റെ നാണയം അല്ലെ. സിക്ക എന്ന് പറഞ്ഞാൽ നാണയം, നമ്മൾ കഴിഞ്ഞ പഠിച്ചതാണ്. അപ്പൊ പണം എന്ന് ഉദ്ദേശം മതി. പണം സബ്കോ ദൗഡ രഹാഹെ, എല്ലാവരെയും ഓടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരിയാണല്ലേ. ഈ ലോകത്ത് കൂടുതൽ ആളുകളും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നതും ഉറക്കമിളയ്ക്കുന്നതും എല്ലാ കൃത്യങ്ങളും ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പണത്തിന് വേണ്ടിയിട്ടാണ്. പണം സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മനുഷ്യരൊക്കെ അല്ലേ. ദെൻ കിസിക്ക് ഇസ്സേമേം കം, ചിലരുടെ ഭാഗത്ത് ചിലരുടെ പങ്കായി കുറച്ച് അല്ലെ. ചിലർ ആ ഓട്ടത്തിനിടക്ക് ചിലർക്ക് കുറച്ച് പണമേ കിട്ടുകയുള്ളൂ. ദെൻ കിസിക്ക് ഹിസ്സേമേം ജ്യാദ, എന്നാൽ ചിലർക്ക് കുറേ കിട്ടും അല്ലേ. ചിലരെങ്ങനെയാണ് ഈ ഓട്ടത്തിൽ ജയിക്കുന്നവന് കുറേ പണം കിട്ടും. ജീവിതം എന്ന ഓട്ട മത്സരമാണ് അല്ലേ. അവിടെ ചിലർക്ക് കുറച്ച് പണം കിട്ടും. അതൊക്കെ അങ്ങനെയാണ് അല്ലേ. അവരുടെ കഴിവും അതേപോലെ ഭാഗ്യവും ഒക്കെ ആശ്രയിച്ചിരിക്കും. ദെൻ അവൾ ആ സമയത്ത് ഇനി ചിന്തിക്കുകയാണ്. ആ സമയത്ത് എന്താ? ഉസ്കാദം, അയാളുടെ ആ ഒരു ചുമ എന്തായി? ഉസ്കാ ദം ഫിർ ഫുൽ രഹാ ഹെ, ഈ ദം ഫുൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടുക എന്ന് പറയും. അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ ഇവൾക്ക് തോന്നുകയാണ്. അതായത് ഈ ചുമച്ച് ഇവിടെ ഇങ്ങനെ ആലോചിക്കണം. ആ സമയത്ത് അയാൾക്ക് വീണ്ടും ചുമ വരുന്നു, ചുമച്ച് അയാൾക്ക് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നുകയാണ്. ആ സമയത്ത് അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആ ദില്ലി കബ് ആയത്തെ, നിങ്ങൾ ഡൽഹിയിൽ എപ്പോഴാണ് വന്നത്? അതങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ദില്ലിയിലുള്ള മിക്ക ആളുകളും, അത് കച്ചവടക്കാരായാലും ജോലിക്കാരായാലും ഇങ്ങനെയുള്ള ടാക്സി ഓട്ടോകളൊക്കെ ഓടിക്കുന്നവരായാലൊക്കെ മിക്കവാറും നിയർ ബൈ ഏതെങ്കിലും നഗരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും പ്രദേശങ്ങളിലൊക്കെ വന്നവരാണ്. ദില്ലിക്കാർ വളരെ കുറവായിരിക്കും. കാരണം ദില്ലി ഇത്രയും വലിയൊരു സമ്പന്നമായ നഗരമായതുകൊണ്ട് തന്നെ അവിടെ പുറമേ നിന്ന് വന്നിട്ട് താമസിക്കുന്ന തൊഴിലാളികളൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പൊ അവൾ ന്യായമായി ചോദിച്ചു, നിങ്ങൾ ദില്ലിയിലേക്ക് എപ്പോഴാണ് വന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു 1989 അല്ലേ, അതായത് 1979 വന്നതെന്ന് പറഞ്ഞു. ദെൻ ഘർ കഹാ ഹെ ആപ്ക, അപ്പൊ ഇവിടെ ചോദിച്ചു എവിടെയാ നിങ്ങളുടെ വീട്? അപ്പോ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അയാൾ മറുപടി പറഞ്ഞു യഹി ഹെ, ഇത് തന്നെയാണെന്ന് അയാൾ എന്താ ഉദ്ദേശിച്ചത്? അയാൾ ആ ഓട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ കഥയിലെ ട്വിസ്റ്റ് മൊത്തം വരുന്നത്. അപ്പൊ വീട് എവിടെയാന്ന് ചോദിച്ചപ്പം ഇത് തന്നെയാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞു അല്ലേ. ദെൻ വാവ് മുജെ ഓട്ടോക്കെ ഐനേമേം, അയാൾ എന്നെ എന്ത് ചെയ്തു? ആ ഓട്ടോറിക്ഷയുടെ മിററിലൂടെ, കണ്ണാടിയിലൂടെ ദേഖ്താഹെ, നോക്കുകയാണ്. അയാൾ ഇങ്ങനെ കണ്ണാടിയിലൂടെ നോക്കിയിട്ട് ഇത് തന്നെയാണ് മേഡം എൻ്റെ വീട് എന്ന് പറഞ്ഞു അല്ലേ. ദെൻ ജോ ഘർ ആയെ മെഹമാൻ കോ ദേഖ് രഹാ ഹോ, അയാൾ എങ്ങനെയാ നോക്കുന്ന കണ്ണാടിയിലൂടെ? വീട്ടിലേക്ക് വന്ന ഒരു മെഹമാൻ എന്ന് പറഞ്ഞാൽ അതിഥി അല്ലേ. അപ്പോൾ ഇയാളുടെ വീടാണല്ലോ ഓട്ടോ. ആ ഓട്ടോയിൽ കയറുന്ന ആളുകളൊക്കെ അയാൾക്ക് അതിഥികളെ പോലെയാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ബാക്കിലിരിക്കുന്ന സ്ത്രീയെ തന്റെ അതിഥിയെ നോക്കുന്ന പോലെ ഭയങ്കര ബഹുമാനത്തോടെ ഇയാൾ ഇങ്ങനെ കണ്ണാടിയിലൂടെ നോക്കുകയാണ് അല്ലേ. അതാണ് നമ്മുടെ സ്ത്രീക്ക് തോന്നുന്നത്. ഇയാൾ പറഞ്ഞ കാര്യം നമ്മുടെ ഈ ഒരു ചേച്ചിക്ക്, അതായത് നമ്മുടെ ഗഗൻ ഗില്ലിന് അത്ര കണ്ട് വിശ്വാസം വന്നില്ല. ഓട്ടോയിൽ കിടക്ക് അവൾക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ അവള് ചിന്തിക്കുകയാണ്, അവള് ചോദിക്കുകയാണ്, ആപ്ക മത്ലബ് ഹേ, നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം, മത്ലബ് എന്നാണ് അർത്ഥം, ഉദ്ദേശം. ആപ്പ് തബ്സെ സടക്ക് പറയേ, നിങ്ങൾ എപ്പോഴും ഈ റോട്ടിൽ തന്നെയാണെന്നാണോ? റോട്ടിൽ ഉദ്ദേശിച്ചത് ഈ ഓട്ടോറിക്ഷ തന്നെ ആണോ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അയാൾ പറഞ്ഞു ഹാ അതെ, ഞാൻ ഇങ്ങനെ തന്നെയാണ് കിടക്കാറുള്ളത്. അപ്പൊ എന്നിട്ട് അവള് ചിന്തിക്കുകയാണെന്ത്? യാനി, അതായത് ഉസേ ബിനാ സോയെ, അയാൾ ഉറങ്ങാതെ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം റോട്ടിൽ എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. ഉറങ്ങാതെ 14 സാൽ ബീത്ത് ഗയേ, അതായത് 14 വർഷം ഇവിടെ കഴിച്ചു കൂട്ടി എന്നാണോ? അതായത് ഈ 1979 ദില്ലിയിൽ വന്നതെന്ന് മനസ്സിലായല്ലോ. അതിനുശേഷം അവൾ ഈ ഒരു കഥ എഴുതുന്ന ആ സമയത്തുള്ള വർഷമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് കൂട്ടിയപ്പം 14 വർഷമായിട്ടുണ്ടാവും അയാൾ ഡൽഹിയിലെത്തിയിട്ട്. അപ്പൊ കഴിഞ്ഞ 14 വർഷങ്ങൾ അയാൾ ഈ ഓട്ടോറിക്ഷയിലാണോ ചിലവഴിച്ചത് എന്ന് അവൾ ചിന്തിക്കുകയാണ്. മേ യഹ്തോ ബത്താ സക്തി ഹും, എനിക്കിത് പറയാൻ കഴിയും. എന്ത്?
കി വഹ് ഗരീബ് ഹേ, അയാൾ ഒരു പാവപ്പെട്ടവനാണെന്ന് എനിക്ക് എന്തായാലും പറയാൻ പറ്റും. കാരണം അയാളെ കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ പറയുന്നുണ്ട് കി എന്തെന്നാൽ ഉസ്കെ പാസ് പൂരെ കപ്പടേ നെയ് ഹേ, അയാളുടെ കയ്യിൽ നല്ലൊരു വസ്ത്രം പോലുമില്ല. ദെൻ കി വഹ് കിസി ബി ऐसे വ്യക്തി ജൈസാ ലഗ്താ ഹേ, മാത്രമല്ല അയാളെ ഇങ്ങനെ ഒരു മനുഷ്യനെ പോലെ കാണാൻ പറ്റും. എങ്ങനെ? ജോ ഫാങ്കേ കാ അഭ്യസ്ത് ഹോ, ഫാങ്കേ എന്ന് പറഞ്ഞാൽ പട്ടിണി അല്ലേ? അപ്പൊ പട്ടിണി കിടന്ന് അഭ്യസ്തൻ, പരിശീലിച്ച്, അഭ്യസ്തകളെ പരിശീലനം നേടിയവല്ലേ, പട്ടിണി കിടന്ന് പരിശീലിച്ചവർ അല്ലെങ്കിൽ വിശന്ന് പരിശീലിച്ച ഒരാളായിട്ട് എനിക്ക് അയാളെ കണ്ടാൽ തന്നെ അറിയാം. കുറേ കാലങ്ങളായിട്ട് പട്ടിണി കിടന്ന് ശീലിച്ച ഒരാളായിട്ട് ഇയാളെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ പട്ടിണിക്കാരനാണ്, അതുപോലെ തന്നെ ദരിദ്രനാണ്, ഇതൊക്കെ ഇയാളെ കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ ലേക്കിൻ ബേഗർ, കെർ എന്ന് പറഞ്ഞാൽ വീട്, ബേഗർ എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവൻ. പക്ഷെ വീടില്ലാത്തവൻ എന്നിട്ട് ചോദ്യം ചോദിക്കുകയാണ്, വീടില്ലാത്തവൻ എന്താ? ബേഗർ തോ വഹ് കൈസെ നഹീ ലഗ്താ, വീടില്ലാത്തവനായിട്ട് ഇയാളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല, വീടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സംശയം അവൾക്ക്. എന്നിട്ട് അവൾ ആ സംശയം ഉറപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടി ചോദിക്കുകയാണ്, ആപ്കാ മത്ലബ്, നിങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം ആപ്പ് ഇസ് 3 ഫീറ്റ് ലംബി പിച്ച്ലി സീറ്റ് പർ സോത്തെ ഹേ, ഈ 3 അടി നീളമുള്ള ഈ ഒരു സീറ്റിലാണോ, ബാക്ക് സീറ്റിലാണോ നിങ്ങൾ കിടക്കുന്നത് എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ അവളിപ്പോ ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, ആ സീറ്റിന് 3 അടി നീളമുള്ളത്, ഈ സീറ്റിലാണ് നിങ്ങൾ കിടക്കാറുള്ളതെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഹാ അതെ അല്ലേ. അയാൾ വലിയ അത്ഭുതമൊന്നും ഇല്ലാതെ അയാൾ പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചേച്ചിക്കാണ് അത്ഭുതം അല്ലേ, ചേച്ചി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കാണുന്നത്, അതാണ് സംഭവം. ഇനി നോക്കേ, അപ്പൊ അയാളത് പറഞ്ഞപ്പോൾ വീണ്ടും ചേച്ചിയുടെ ചോദ്യം, ഓർ ആക്കി ചീസേം, അപ്പൊ നിങ്ങളുടെ വസ്തുക്കളൊക്കെ, ഒരു വീടാകുമ്പോൾ കുറെ പാത്രങ്ങളും കിടക്കും മറ്റുള്ള സാധനങ്ങളൊക്കെ വേണ്ടേ, അപ്പൊ അതൊക്കെ എവിടെയെന്നാണ് ചേച്ചിക്ക് അത്ഭുതം. അപ്പൊ അയാൾ പറഞ്ഞെന്താ, ഉൻപർ ആപ്പ് ബൈട്ടി ഹേ, അതിന്റെ മേലെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഈ സീറ്റിന്റെ അടിയിൽ, ബാക്സിൽ സീറ്റിന്റെ അടിയിലാണ് ഇയാളുടെ സാധനങ്ങളൊക്കെ ഉള്ളത്. എന്തൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, വ ബതാത്ത ഹേ, അയാൾ പറയാണെന്ത്, കി എന്തെന്നാൽ ജി സീറ്റ് പർ മേ ബൈത്തി ഹും, ഏത് സീറ്റിന്റെ അടിയിലാണോ അല്ലെങ്കിൽ ഏത് സീറ്റിലാണോ ഞാൻ ഇരിക്കുന്നത്, ഉസ്കെ നീച്ചെ, അതിനടിയിൽ ഉസ്കാ ബക്സാ ഹേ, അയാളുടെ ഒരു പെട്ടിയുണ്ട്. ബക്സ എന്ന് പറഞ്ഞാൽ പെട്ടി, അയാളുടെ ഒരു പെട്ടിയുണ്ട്. ജിസ്മേൻ, അതിൽ, അതായത് ആ പെട്ടിയിൽ ഏക്ക് കമ്പൽ ഹേ, ഒരു കമ്പിളിയുണ്ട്. രാത്രിയിലൊക്കെ തണുപ്പാവൂലേ, അപ്പം പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് അങ്ങനെ മറച്ചക്കാനൊന്നും കയ്യിലില്ല, അപ്പൊ ഓട്ടോന്റെ ഉള്ളിൽ തണുപ്പ് മാറ്റാനായിട്ട് ഒരു കമ്പിളിയുണ്ട്. പിന്നെ ഏക്ക് ജോഡി കപ്പടെ ഹേ, ഒരു ജോഡി വസ്ത്രങ്ങളുണ്ട്. അപ്പം വസ്ത്രങ്ങൾ തീരില്ല എന്നല്ല, ഒരു ജോഡി ഡ്രസ്സ് ഉണ്ട്. ഓർ ഏക്ക് കട്ടോര ഹേ, ഒരു കിണ്ണം അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രമുണ്ട്. ആ പാത്രം എന്തിനാണ്? കട്ടോര പാനി പീനേക്ക് കമ്പി ആത്താ ഹേ, അപ്പൊ കമ്പി ആത്താ ഹേ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യും, അതായത് വെള്ളം കുടിക്കാനുള്ള ജോലി ആ ഒരു കട്ടോര, ആ ഒരു കിണ്ണം ചെയ്യും, അതായത് ഒരു വെള്ളം കുടിക്കാനുള്ള ഒരു പാത്രം. ഓർ ഖാന രഖ്നെ കോ ഭി, അതേപോലെ ആ പാത്രത്തിൽ തന്നെ വേണമെങ്കിൽ ഭക്ഷണവും എടുത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഭക്ഷണം എടുത്തു വെക്കാനും വെള്ളം കുടിക്കാനൊക്കെ ഒരു ചെറിയ പാത്രം, പിന്നെ 2 ഡ്രസ്സ്, അതേപോലെ തന്നെ നമ്മുടെ എന്താ അല്ലെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ്, പിന്നെ ഒരു കമ്പിളി. ഇത്ര മാത്രമാണ് അയാളുടെ സമ്പാദ്യം. ദെൻ അപ്പൊ അവൾക്ക് വീണ്ടും സംശയം തീരുന്നില്ല. ആ ഖാന കഹാസ് ഗാത്ത ഹേ, അല്ലെ, എവിടെന്നാ നിങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ കിസി ബി ഡാബേ മീൻ, ഏതെങ്കിലുമൊക്കെ ഡാബയിൽ നിന്ന്, ഡാബ എന്ന് പറഞ്ഞാൽ ചെറിയ തട്ടുകട അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ചായക്കടകൾക്ക്, ഭക്ഷണശാലകൾക്കൊക്കെ പറയുന്ന പേരാണ് ഡാബ. അപ്പൊ അതൊക്കെ ഏതെങ്കിലും ഡാബയിൽ നിന്ന്, എവിടെയാണോ എത്തുന്നത് അവിടെ നിന്ന് ഏതെങ്കിലും ഡാബയിൽ നിന്ന് കഴിക്കുമെന്ന് പറഞ്ഞു. വളരെ സിമ്പിൾ ജീവിതം അല്ലേ. അപ്പൊ നമ്മുടെ ചേച്ചിക്ക് സംശയം തീരുന്നില്ല, നിങ്ങൾക്കും ഉണ്ടാവും ചില സംശയങ്ങൾ. ആ സംശയം ചേച്ചി ചോദിക്കുന്നുണ്ട്, എന്താ? ഓർ ബാത്റൂം കേലിയെ, അപ്പൊ ബാത്റൂമിൽ പോകാനോ അല്ലെ, ആരാരും സംശയിച്ചു പോലെ. അപ്പൊ ബാത്റൂം എവിടെയാന്ന് ചോദിച്ചു, ഇനിയിപ്പോ ടോയ്ലറ്റ് അതിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് ഇവർക്ക് സംശയം അല്ലേ. അപ്പൊ അയാൾ പറയണത് പബ്ലിക് ശൗചാലയ ഹേ, അതിനല്ലേ ഇവിടെ സർക്കാർ പബ്ലിക് ശൗചാലയം ഉണ്ടാക്കിയതല്ലേ, കോമൺ ടോയ്ലറ്റ് ഉണ്ടല്ലോ. നഹാ മേം കഹീബിയിലെത്താവും. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കണേ മുന്നേ ഉത്തരവളന്നെ ഇയാളെന്നെ പറഞ്ഞു കൊടുക്കണത്, നഹ എന്ന് പറഞ്ഞാൽ കുളി ഞാൻ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യും. കാരണം നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമാരൊന്നും ഉണ്ടാവില്ല, നമ്മൾ എന്തും ചെയ്യും. നമ്മുടെ കയ്യിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് നാണക്കേടൊക്കെ ഉണ്ടാവുക. ഇയാൾക്കൊന്നുമില്ല, അതുകൊണ്ട് വിഷയമല്ല ഇയാൾക്ക്, ഇയാൾ എവിടുന്ന് വേണമെങ്കിലും കുളിക്കുന്ന പറഞ്ഞത്. സടക്കെ കിനാരെ കിസി ബി നൾപ്പർ, ഈ റോഡിനടുത്തൊക്കെ ഏതെങ്കിലുമൊക്കെ നൾ എന്ന് പറഞ്ഞാൽ പൈപ്പ്, ഏതെങ്കിലുമൊക്കെ പൈപ്പുകൾ ഉണ്ടാവും, പൊതു ടാപ്പുകൾ, ആ ടാപ്പിൻ്റെ അടിയിൽ നിന്നൊക്കെ ഞാൻ കുളിക്കും. ദെൻ അക്സർ, പലപ്പോഴും പഞ്ച്കുടിയോം റോഡ് പർ, ഈ പഞ്ച്കുടിയോം റോഡ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, നഹാത്താഹെ, കുളിക്കാറുണ്ട് എന്നാ പറഞ്ഞത്. പലപ്പോഴും ഞാൻ അവിടെ നിന്ന് കുളിക്കാറുണ്ട് എന്നാ പറഞ്ഞത്. ഇനി ആ സ്ഥലത്തിനെ കുറിച്ച് ഒന്നുകൂടി അയാൾ വൃത്തിയായിട്ട് പറയുന്നുണ്ട്, എന്താ? ഇത്വാർ കെ ദിൻ, ഞായറാഴ്ചകളുടെ ദിവസം, ഞായറാഴ്ച ദിവസങ്ങളിൽ എന്താ, വാ ജഗട്ടി ഹെ, അത് നല്ല സ്ഥലമാണ്, നല്ല പറ്റിയ സ്ഥലമാണ് ഇത് പഞ്ച്കുടിയോം റോഡ്. വഹാ മേരെ ജൈസെ കഹി ലോക ആത്താ ഹെ, അവിടെ എന്നെ പോലെ കുറെ ആളുകൾ എത്താറുണ്ട് എന്ന്, ഇയാളെ പോലെ കുറെ ആളുകൾ എത്താറുണ്ടെന്ന് പറഞ്ഞാൽ ഇയാളെപ്പോലെ വീടില്ലാത്ത, കുളിക്കാൻ ഒരിടമില്ലാത്ത ഒരുപാട് ആളുകൾ ഡൽഹിയിൽ വേറെ ഉണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പൊ ഇയാള് അവിടുത്തെ പാവപ്പെട്ടവരുടെ ഒരു പ്രതീകം മാത്രമാണ് അല്ലേ. ദെൻ ഓക്കെ,
മേരാ ഘർ ആ ഗയാ ഹെ. അങ്ങനെ ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ചേച്ചിയുടെ വീടെത്തി. അപ്പൊ ചേച്ചി പറയാണ് എന്റെ വീടെത്തി കഴിഞ്ഞു അല്ലെ. ദെൻ ഉസ്കാ മീറ്റർ ദേഖ്തി ഹൂം. അങ്ങനെ പൈസ കൊടുക്കണമല്ലോ, പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഓട്ടോന്റെ മീറ്റർ നോക്കുകയാണ് ഇവള്. ആ നോക്കിയ സമയത്ത് തോ ഷക്ക് ഹോത്താ ഹെ. ഷക്ക് എന്ന് പറഞ്ഞാൽ ശങ്ക്, ശങ്ക, അതായത് സംശയം. അപ്പൊ ഇവൾക്ക് ഒരു ഡൗട്ട് അടിച്ചു. എന്താ ഡൗട്ട് അടിച്ചത്? ഈ രാസ്തേമേം, വഴിയിലെങ്ങാനും കഹി അട്ടക്കത്തോ നഹി ഗയാത്ത. ആ മീറ്റർ അട്ടക്കന എന്ന് പറഞ്ഞാൽ നിന്നു പോവാ. മീറ്റർ നിന്നുള്ളൂ, കടക്കട വണ്ടിയല്ലേ, പഴയ വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ മീറ്റർ എങ്ങനെ നിന്നു പോയിക്കണോ, ഇയാൾ കൂടുതൽ പൈസ ചോദിക്കോ എന്ന് ഇവൾക്കൊരു സംശയം, വല്ലാത്ത ജാതി. ഇതെന്താ ഉസ്സെ പൂഷ്ടിയും. അപ്പൊ അവള് മറച്ചു വെച്ചില്ല, അവൾ അയാളോട് ചോദിച്ചു, എന്ത് ആപ്കാ മീറ്റർ ടീക്തോ ഹേന, നിങ്ങളുടെ മീറ്റർ ശരിയെന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞെന്താ വോ കൗത്താ ഹേ. അയാൾ പറയാണ് ജി ബിൽക്കുൽ ടീക്ക്, വളരെ തികച്ചും ശരിയാണ്, കറക്റ്റ് ആണ് എന്ന് പറയാണ് അല്ലെ. പിച്ചിലെ 4 സാൽസെ, കഴിഞ്ഞ 6 വർഷമായിട്ട് ഏക്ക് പൈസേക്കാ ഫർക്ക് നഹി, ഒരു പൈസയുടെ വ്യത്യാസം പോലും ഇല്ലാന്ന്. ഫർക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യാസം കേട്ടോ, ഒരു പൈസ പോലും മാറ്റമില്ല, കൃത്യമായിട്ട് തന്നെ മീറ്റർ വർക്ക് ചെയ്യുന്ന അയാൾ എന്ത് ചെയ്തു, സർട്ടിഫിക്കറ്റ് കൊടുത്തു അല്ലേ. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. ഇനി നോക്കാം, ഉത്തർത്തെ ഉത്തർത്തെ, ഇറങ്ങുന്ന സമയത്ത് ഉസ്സെ പൂഷ്തി ഹും, ഞാൻ അയാളോട് ചോദിക്കുകയാണ്, സുനിയെ കേൾക്കൂ, ക്യാ ഹം കൽ കിസി സമയം മിൽ സക്തി ഹെ, നമുക്ക് നാളെ ഏതെങ്കിലും, കൽ എന്ന് പറഞ്ഞാൽ നാളെ, നാളെ ഏതെങ്കിലും സമയം കിസി സമയം മിൽ സക്തി ഹെ, ഒന്ന് കണ്ടുമുട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ചേച്ചിക്ക് ഇയാളെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട് അല്ലേ. അപ്പൊ ചേച്ചി നൈസായിട്ട് ചോദിക്കുകയാണ്, അല്ല നാളെ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ. അപ്പൊ ഇവിടെ ഓട്ടോക്കാരൻ ചോദിക്കുകയാണ് ക്യോ, അപ്പൊ എന്തിനാ അല്ലെ. അയാൾ ചോദിക്കാണ് എന്തിനാ, വ ജാന്ന ചാത്ത ഹെ, അയാൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അല്ലെ. ജാന്ന ചാഹന ചാത്ത എന്നാൽ അറിയാൻ ആഗ്രഹിക്കുക അല്ലെ, അയാൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്തിനാണെന്ന്. മേ ആപ്കെ ബാരെ മേം സബ് ജാന്ന ചാത്തി ഹും. അപ്പൊ നമ്മുടെ ചേച്ചി പറയാണെന്ത്, എനിക്ക് നിങ്ങളെ കുറിച്ച്, ആപ്കെ ബാരെ മേം, താങ്കളെ കുറിച്ച്, സബ് ജാന്ന ചാത്തി ഹും അല്ലെ, എല്ലാം അറിയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെ കുറിച്ച് എല്ലാം എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അയാൾ ചോദിച്ചു എന്ത്, ഉസ്സേ കുച്ച് ഹോഗ, അതുകൊണ്ട് ഇപ്പൊ എല്ലാവോ, അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും കിട്ടുമോ അല്ലെ. അതാ ഉസ്സേ കുച്ച് ഹോഗ, അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുമോ. ക്യാ, എന്താ, ക്യാ, വീണ്ടും ചോദിക്കുകയാണ് എന്താ എന്താ എന്താ. ഉസ്കെ ബാദ്, അതിനുശേഷം, ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം സർക്കാർ മേരെ ലിയെ കുച്ച് കരേഗി, ഗവൺമെന്റ് എനിക്ക് എന്തെങ്കിലും തരുമോ, എനിക്ക് എന്താ വീട് വെച്ച് തരുമോ, എന്തെങ്കിലും ഗുണം എനിക്കുണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. കേട്ടപ്പോ നമ്മുടെ ചേച്ചി പറയുന്ന മറുപടി എന്താ നോക്കടാ. ചേച്ചി പറയുന്ന അത്രേ ഉള്ളൂ, യഹ്തോ കഹി നഹി സക്തി, അതൊന്നും പറയാൻ പറ്റൂല. അതായത് സർക്കാർ ഇത് കേട്ടിട്ടുണ്ട്, സർക്കാർ ഇതൊക്കെ നല്ല ചെയ്തിരും, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്താണ്, ലേക്കിൻ, പക്ഷേ, അഗർ ആപ്പ് ബാത്ത് കർണേ കേരിയെ, പക്ഷെ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഹാ കരെ, ഹാ എന്ന് പറഞ്ഞാൽ സമ്മതം അല്ലെ, സമ്മതം പറയുകയാണെങ്കിൽ, യെസ് മൂളുകയാണെങ്കിൽ, തോ കംസേ കം, കുറച്ചെങ്കിലും, ആം ലോകോങ്കോ, സാധാരണക്കാർക്ക്, ആം ലോകം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ, സാധാരണക്കാർക്ക് ആപ്കെ ജീവൻ കെ ബാരമേം പത്താ ചലേക, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അറിയാൻ കഴിയും. പത്താ ചലേക പറഞ്ഞാൽ അറിയാൻ കഴിയും അല്ലെ, നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതായത് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്ന്, നിങ്ങളെപ്പോലുള്ള പാവങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കുറച്ച് ആളുകൾക്ക് മനസ്സിലാക്കാനെങ്കിലും കഴിയും എന്നെന്ത് ചെയ്യാണ് ഇവള് സത്യസന്ധമായിട്ട് കാര്യം തുറന്നു പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇയാൾക്ക് സംശയം തീരുന്നില്ല. ഇയാൾ ചോദിക്കുകയാണ് ഓർ ആപ്പോ ക്യാ മിലേഗ, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുക. ഓക്കെ, ഞാനിപ്പോ ഇത് പറഞ്ഞതുകൊണ്ട് സാധാരണക്കാർക്ക് അവരുടെ എന്റെ ജീവിതം അറിയാൻ കഴിയുന്ന പറഞ്ഞ്, നിങ്ങൾക്ക് എന്താ അതുകൊണ്ട് നേട്ടം എന്ന് വെച്ച്, എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ചോദിച്ചപ്പോ നമ്മുടെ എഴുത്തുകാർ പറയുന്നത് എന്താണ്, മേ അപ്ന കാം കർ രഹി ഹോഗി, ഞാൻ എന്റെ ജോലി ചെയ്യാണ്. ഇതെന്താ, മേ റേഡിയോ കേലിയെ പ്രോഗ്രാം ബനാ രഹി ഹും, ഞാൻ റേഡിയോക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാം തയ്യാറാക്കുകയാണ്, ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് എനിക്ക് നിങ്ങളുടെ ഇൻഫോർമേഷൻ എന്ന് പറയാണ് അല്ലെ. അപ്പൊ അയാൾ പറയുകയാണെന്ത്, അത് കേട്ടപ്പോൾ നമ്മുടെ മനുഷ്യൻ പറയുന്ന മറുപടിക്ക് നല്ല രസകരമായ ഒരു മറുപടിയാണ്. ടീക്ക്, ശരി, മേ സബ് സമസ്രാവും, എനിക്കെല്ലാം മനസ്സിലായി, എനിക്കെല്ലാം ഇപ്പൊ മനസ്സിലായി. സമസ്രണ മനസ്സിലാക്കുക അല്ലെ. ആപ്കെ പാസ് ബി കോയി താക്കത്ത് നെയ് ഹേ, നിങ്ങളുടെ കയ്യിലും വലിയ ശക്തിയൊന്നും ഇല്ലല്ലേ എന്ന്. താക്കത്ത് എന്നാ ശക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഞാൻ ദുർബലനാണ്, എന്നെ പോലെ നിങ്ങളും വീക്കാണല്ലേ എന്ന് അതൊരാക്കിക്കൊണ്ട് പറഞ്ഞാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അയാൾ പറഞ്ഞ ഞാൻ നിങ്ങൾ ഒരുപോലെ തന്നെയാണല്ലേ എന്ന്, രണ്ടാളും തെണ്ടാണല്ലേ എന്നാ ഉദ്ദേശിച്ചത്. എന്താ, ആബി മേരെ ജൈസി ഹേ, നിങ്ങളും എന്നെ പോലെ തന്നെയാണ്. മേ റോഡ് പർ സവാരി ഡൂണ്ടുത്താ ഹോ, ഞാൻ ഡൂണ്ടിനാ അന്വേഷിക്കുക അല്ലെ, ഞാൻ റോഡിൽ എന്ത് ചെയ്യുന്നു, സവാരി ഡൂണ്ടുത്താ ഹോ, ഓട്ടം തിരയുകയാണ്. അതായത് എന്റെ വയറ് നിറയ്ക്കാനുള്ള ഓട്ടത്തിലാണ് ഞാൻ ഇവിടെ റോഡിൽ ഇങ്ങനെ ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ട് റോഡിൽ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഓർ ആപ്പ്, താങ്കളോ, താങ്കൾ കഹാനി, കഥകളും അന്വേഷിക്കുന്നു. അപ്പൊ രണ്ടുപേരും റോഡിൽ തെണ്ടാൻ ഇറങ്ങിയതാണ്. ഒരാൾക്ക് കഥകൾ, ജനങ്ങളുടെ ജീവിതത്തിന്റെ കഥകൾ കിട്ടണം, മറ്റാൾക്ക് ജനങ്ങളെ ഓട്ടം കിട്ടണം, ഓട്ടം കിട്ടിയിട്ട് പൈസ കിട്ടണം അല്ലെ. അപ്പൊ രണ്ടുപേരും ഒരേ തട്ടിലാണെന്നാണ് ഇയാൾ പറയുന്നത്. അഗർ മേരി കഹാനി സുന്നേസെ,
എൻ്റെ കഥ കേൾക്കുന്നത് കൊണ്ട് ആപ്കാ കാം ഹോത്താ ഹേ തോ നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ മേ ആ ജാവുക ഞാൻ വരാം, എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ വരാം, ഒരു ഔദാര്യം കൊടുക്കുന്നത് പോലെ ഇയാൾ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭൂപതിക്ക് സന്തോഷമായി. അപ്പോൾ അവള് ചോദിച്ചത് എത്തിനെ ബജേ എത്ര മണിക്കില്ലേ, അവള് ചോദിക്കുകയാണ് എത്ര മണിക്ക് എത്തും, അവൾക്ക് സന്തോഷമായില്ലേ. അവൾക്ക് എത്ര മണിക്ക് എത്തുമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറയണത് സുബഹ് 10 ബജെ രാവിലെ 10 മണിക്കായാലോ അല്ലെ, 10 മണിക്ക് വന്നാലോ എന്ന് ചോദിച്ചു. അപ്പൊ ബഹുത്തച്ച വളരെ നല്ലത്, അവൾക്ക് സന്തോഷമായില്ലേ. ദെൻ അഖിലേ ദിൻ വഹ് ആത്താ ഹേ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ദിവസം രാവിലെ മൂപ്പര് കൃത്യമായിട്ട് എത്തി. മേരാ ഘർ എന്റെ വീട്. ദെൻ കരീബ് 5.5 ഫീറ്റ് ഊഞ്ചി ഉസ്കി ദുബലി കായ ഏകദേശം കരീബ് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്നാണ് അർത്ഥം. 5.5 പറഞ്ഞാൽ 5.5 അടി അല്ലെ, 5.5 ഓക്കെ, ഫീറ്റ് എന്ന് പറഞ്ഞാൽ അടി കേട്ടോ. അപ്പൊ 5.5 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 5.5 അടി ഊഞ്ചി ഉയരമുള്ള, അപ്പൊ മനുഷ്യൻ 5.5 അടിയാണ് ഹൈറ്റ് ഉള്ളത്. ആ 5.5 അടി ഉയരമുള്ള അയാളുടെ കായ എന്ന് പറഞ്ഞാൽ ശരീരം, അയാളുടെ ബോഡി. അതും എങ്ങനെയല്ലേ, ദുബലി കായ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ശരീരം, ആകപ്പാടെ ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞൊരു മനുഷ്യനല്ലേ. ആ മെലിഞ്ഞ ശരീരം എന്ത് ചെയ്യുന്ന പറഞ്ഞേ ബഡേ കമരയ്ക്ക് ദർവാസെ പർ. അപ്പൊ ഈ സ്ത്രീ അത്യാവശ്യം റിച്ച് ആണല്ലോ, അവളുടെ വലിയ മുറിയാണത്. ബഡേ കമര അല്ലെ, ആ വലിയ മുറിയുടെ ദർവാസെ പർ, ആ വാതിലൂടെ, നല്ല ഗംഭീര വാതിലൊക്കെ ആയിരിക്കും. ആ വാതിലിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞേ സിക്കുട്ടി ജാത്തി ഹെ ചുരുങ്ങിപ്പോയിന്ന്. എന്താ ഇതിലൂടെ ഉദ്ദേശിച്ചത്, വലിയ നല്ല അടിപൊളി വാതിലാണ്. ആ വാതിലൂടെ ഈ മെലിഞ്ഞ മനുഷ്യൻ വന്നപ്പോൾ ആ മനുഷ്യൻ കുറച്ചുകൂടി ചെറുതായതുപോലെ ആർക്ക് തോന്നുകയാണ്, ഇവൾക്ക് തോന്നുകയാണ് അല്ലെ. ദെൻ വഹ് സോഫ പർ നഹി അയാൾ സോഫയിൽ ഇരുന്നില്ല, ഫർഷ് പർ വൈറ്റ് ജാത്ത ഹെ നേരെ പോയിട്ട് എവിടെയാണ് ഇരുന്നത്, ഫർഷ് നിലത്ത് തറയിലാണ് പോയിട്ട് ഇരുന്നത്. മുझे യഹി ബൈഠാ രഹന ദീജിയെ ഞാൻ ഇവിടെ ഇരുന്നോളാം, എന്നെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കൂ. എന്താ മേ ആപ്കാ സോഫ ഗന്ദാ നഹി കർണാ ചാത്താ ഹെ. ഗന്ദാ നമ്മൾ നേരത്തെ പറഞ്ഞു മലിനമാക്കുക അല്ലെ, നിങ്ങളുടെ സോഫ മലിനമാക്കാൻ കേടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദെൻ മേ കൽക്കി അപ്പിനി ജാൻ പഹചാൻ കെ നാദെ, നാദെ എന്ന കാരണത്താൽ ഞാൻ കൽക്കി ഇന്നലത്തെ തൻ്റെ ജാൻ പഹചാൻ എന്ന് പറഞ്ഞാൽ പരിചയം, പരിചയത്തിന്റെ കാരണത്താൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ ഉസെ അയാൾക്ക് ദോസ്താന മുസ്കാൻ ദേത്തി ഹും ഒരു പരിചയത്തിൻ്റെതായ പുഞ്ചിരി അല്ലെ, സൗഹൃദത്തിന്റെ, ദോസ്താന പറഞ്ഞാൽ സൗഹൃദത്തിന്റെ അല്ലെ, സൗഹൃദത്തിൻ്റെതായ ഒരു മുസ്കാൻ, ഒരു പുഞ്ചിരി നൽകി. നമുക്കറിയാലോ, നമ്മൾ നേരത്തെ പരിചയമുള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു സ്മൈലൊക്കെ കൊടുക്കല്ലോ. അപ്പൊ ഇന്നലെ പരിചയപ്പെട്ട ആ ഒരു കാരണത്താൽ ഒരു നന്നായിട്ട് ഈ പെണ്ണെന്ത് ചെയ്തു, അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ദെൻ ഉസ്കെ ശരീരമേം അയാളുടെ ശരീരത്തിൽ, അതേപോലെ ചെഹരെ പർ അയാളുടെ മുഖത്ത്, ഹാത്ത് പാവമേം കയ്യിലും കാലിലും ഒക്കെ, മേം ഇത്തിനി സാരി നീലി രഖേം ഹേ ഒരുപാട്, ഇത്തിനി സാരി എന്ന് പറഞ്ഞത് ധാരാളം നീല നിറത്തിലുള്ള രഖേം ഹേ സിരകൾ, അതായത് ഞരമ്പുകൾ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ സമയത്താണ് അയാൾ ശരിക്കും അടിമുടി ഇവിടെ നോക്കുന്നത്, ആ തറയിൽ ഇങ്ങനെ വന്നിരുന്നപ്പോൾ. അപ്പോൾ എന്താ കാണുന്നത്, അയാളുടെ കയ്യിലും കാലിലും മുഖത്തും എല്ലായിടത്തും ശരീരത്തിൽ മൊത്തം ഒരുപാട് നീല നിറത്തിൽ ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന ഞരമ്പുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ പട്ടിണി കോലമാണ് അല്ലേ. ദെൻ മേനെ പഹലെ നെഹി ദേക്കാത്ത അത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇന്നലെ ഓട്ടോയിൽ കയറിയപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ദെൻ വാ ബൈഠാ ഹേ അയാൾ ഇരിക്കുകയാണ്. തോ അപ്പോൾ ജൈസേ സാരി ഭൂക്ക് പ്യാസ് ഉസ്കെ സാത്ത് ബൈഠ് ജാത്തി ഹേ. അപ്പൊ നമ്മുടെ ഈ ഒരു എഴുത്തുകാരിക്ക് തോന്നുന്ന എന്താണ്, എല്ലാ ഭൂക്ക് പ്യാസ് ദാഹവും വിശപ്പും ഒക്കെ, ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്, പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം അല്ലേ, വിശപ്പും ദാഹവും ഒക്കെ അയാളുടെ കൂടെ ഇരിക്കുന്നത് പോലെയാണ്, ഒരു പട്ടിണി കോലം അവിടെ ഇരിക്കുന്നത് പോലെയാണ് ഇയാൾക്ക് ഇവൾക്ക് എന്ത് ചെയ്യുന്നത് തോന്നുന്നത്. കുച്ച് ചായ് വകേരയില്ലെങ്കിൽ കുറച്ച് ചായയോ മറ്റെന്തെങ്കിലും ഒക്കെ എടുക്കട്ടെ. വകേര എന്ന് പറഞ്ഞാൽ മുതലായവ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്നൊക്കെയാണ്. ചായയോ മറ്റോ എടുക്കട്ടെ എന്ന് ചോദിക്കണം. നമ്മുടെ ഇന്ത്യയിൽ കോമൺ ആയിട്ടുള്ള ഒരു അതിഥി സൽക്കാരം അങ്ങനെയാണല്ലോ. അപ്പൊ അയാൾ മറുപടി ഒന്നല്ല, അയാൾ കുറച്ച് മടി നാണക്കുള്ള കൂട്ടത്തിലാണ് അല്ലെ. സോ വഹ് കുച്ച് ജിജക്ക് ത, ജിജക്ക് എന്ന് പറഞ്ഞാൽ മടി കാണിക്കുക, അല്പം മടി കാണിച്ചു. അതേപോലെ തന്നെ എന്താ കുച്ച് ഷർമിത ഹേ കുറച്ച് ലജ്ജയും നാണവും കാണിച്ചു അല്ലെ. ദെൻ സൈൻഡി മേരെ ഹാർവാർഡ് കി ദിനോം കാ സാത്തി. അപ്പൊ ഇവൾ ഒറ്റക്കല്ല, ഇവളുടെ കൂടെ സൈൻറ്റി എന്ന് പേരുള്ള മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഹാർവാർഡിൽ, ഹാർവാർഡ് എന്ന് പറഞ്ഞാൽ അങ്ങ് അമേരിക്കയിൽ അല്ലെ, ഹാർവാർഡിൽ ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ് സൈൻറ്റി. ആ സൈൻറ്റിയും അവളോടൊപ്പം ഉണ്ട്. ആ സൈൻറ്റി എന്താ ചെയ്തത്, അപ്പിന ടാപ്പ് റെക്കോർഡർ. അപ്പൊ നമുക്കറിയാം ഈ ടി വിയിലൊക്കെ ഇന്റർവ്യൂ അല്ലെ റേഡിയോക്ക് ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇന്നാണ് നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുക, പക്ഷെ റേഡിയോക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ക്യാമറയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു ടാപ്പ് റെക്കോർഡിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ട്, അല്ലാതെ ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ഇല്ലല്ലോ. അപ്പോൾ ടാപ്പ് റെക്കോർഡർ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഗ്രായ അത് ഓണാക്കിയായിരുന്നു സെയിൻറ്റ് ചെയ്തത്. ദെൻ ലാറ്റിൻ അമേരിക്ക കെ ദേശോം കെ ബാദ് യഹ്
പഹല മോക്കാഹെ. അമേരിക്കൻ രാജ്യങ്ങൾക്ക് ശേഷം ഇത് അവർക്ക് കിട്ടിയ പഹല മോക്കാഹെ, ആദ്യത്തെ അവസരമാണ്. അപ്പൊ ഇതിനു മുൻപ് ഈ സൈന്യയും നമ്മുടെ ലേഖികയും കൂടി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇതുപോലുള്ള പട്ടിണിക്കാരെ കുറിച്ച് പഠനം നടത്തിയിരുന്നു. അതിനുശേഷം അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അവസരമാണിതെന്ത്, ജബ് ഉസ്കാ വാസ്ത തീസരി ദുനിയാ കെ ദേശ് കി ഗരീബി സെ പഠ രഹാ ഹെ. മൂന്നാം ലോക, തീസരി ദുനിയ എന്ന് പറഞ്ഞാൽ മൂന്നാം ലോക രാഷ്ട്രങ്ങൾ, മൂന്നാം ലോക രാഷ്ട്രങ്ങളുടെ പട്ടിണി, ഗരീബി സെ, ദാരിദ്ര്യത്തെ കുറിച്ചിട്ട് അവർക്ക് പഠിക്കാൻ കിട്ടിയ ഒരു ആദ്യത്തെ അവസരമാണ് ഇവിടെ ഈ ഓട്ടോക്കാരനിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ ദാരിദ്ര്യത്തെ കുറിച്ച് അവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു അവസരമാണിത് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. ദെൻ ഹം ഭാരത് മേം അമേരിക്ക കെ നാഷണൽ പബ്ലിക് റേഡിയോ കെ ലിയെ അन्न और भूख श्रृंखला के प्रोग्राम बना रहे थे. അതായത് ഞങ്ങളിപ്പോൾ അമേരിക്കയിലെ നാഷണൽ പബ്ലിക് റേഡിയോക്ക് വേണ്ടിയിട്ട് ഭാരതത്തിൽ ഒരു പ്രോഗ്രാം തയ്യാറാക്കുകയാണ്. അപ്പോൾ അവർ ഇന്ത്യയിൽ ഈ ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നത് അമേരിക്കൻ നാഷണൽ റേഡിയോക്ക് വേണ്ടിയിട്ടാണ്. ആ പ്രോഗ്രാമിൻ്റെ പേരെന്താണ്, അന്ന് ഓർ ഭൂക്ക്, ഭക്ഷണവും അതേപോലെ തന്നെ വിശപ്പും എന്നുള്ള, അന്ന് എന്ന് പറഞ്ഞാൽ ഭക്ഷണം അല്ലേ, ഭക്ഷണം, അന്നവും ഭക്ഷണവും വിശപ്പും എന്നുള്ള പേരിലുള്ള ഒരു ശൃംഖല പറഞ്ഞാൽ പരമ്പര, ഒരു സീരീസ് അവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരിപ്പോൾ ഇങ്ങനെ ദില്ലിയിൽ ഇങ്ങനെ പരതി നടക്കുന്നത് അല്ലേ, ഡൽഹിയിൽ. സോ ആ സമയത്താണ് മുജേ യഹ് ഓട്ടോ ഡ്രൈവർ കോ ടക്കരാ ഗയാ, ഞാൻ ഈ ഓട്ടോ ഡ്രൈവറെ കണ്ടുമുട്ടുന്നത്. അബ് ഹം ഉസ്കി നീന്ത് കെ ബാരെ മേം ജാൻനാ ചാഹത്തെ ഹേ, ഞങ്ങൾക്കിപ്പോൾ അറിയേണ്ടത് അയാളുടെ ഉറക്കത്തെക്കുറിച്ചാണ്. നീന്ത് കെ ബാരെ മേം അല്ലെ, നീന്ത് പറഞ്ഞാൽ ഉറക്കം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ദെൻ അതും എങ്ങനെയുള്ള നീന്ത്, അസംഭവ് നീന്ത് കെ ബാരെ മേം, ഇമ്പോസിബിളായ, അസംഭവ് അല്ലേ, അസാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ അസംഭവ്യമായ അയാളുടെ ഉറക്കത്തെക്കുറിച്ച്, അതായത് ഓട്ടോയിലുള്ള അയാളുടെ ഉറക്കത്തെക്കുറിച്ചും അയാളുടെ ജീവിതത്തെക്കുറിച്ചുമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്നവർ പറയാണ്. മക്കളെ, ഈ ചാപ്റ്റർ കുറച്ച് ലെങ്തിയാണ്. അപ്പം നമുക്കിതിൻ്റെ ഭാഗം അടുത്ത വീഡിയോയിലൂടെ ബാക്കി ഭാഗം എടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഹിന്ദി മാത്രമല്ല, ഇംഗ്ലീഷ് ആയാലും സോഷ്യൽ ആയാലും മലയാളം ആയാലും എല്ലാ തരത്തിലുള്ള സബ്ജക്റ്റുകളും ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.